ഒഴിക്കടാ. സാർ, ഇന്നത്തെ ദിവസം നോ കമന്റ്സ്. ഒഴിക്കേ. ഫസ്റ്റ് നൈറ്റ് കുടിച്ചിട്ടുണ്ടായിരുന്നു. മേം സാബ് എന്ത് വിചാരിക്കും? മേം സാബ് ഒരിക്കൽ അവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നടത്തിത്തരാമെന്ന് അവളുടെ ആ തെണ്ടിയമ്മാവൻ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തതാണ്. വിവാഹത്തിന് വേണ്ടി വസ്ത്രങ്ങൾ വരെ ഞാൻ തയ്പ്പിച്ചു വെച്ചു. പക്ഷേ ഞാനൊരു പട്ടാളക്കാരനായി പോയതുകൊണ്ട് അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. പട്ടാളക്കാരൻ എന്താ കുറവ് സാർ? അവളുടെ കണ്ണിലെല്ലാം കുറവുകളായിരുന്നു. ഞാൻ അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ അറപ്പോടും വെറുപ്പോടും കൂടെ അകന്നു മാറി. എങ്കിൽ പിന്നെ എന്തിനാ മേം സാബിനെ തന്നെ വിവാഹം കഴിച്ചത്? പട്ടാളക്കാരനെ വെറുത്ത അവൾ ഒരു പട്ടാളക്കാരന്റെ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എനിക്ക് കാണാൻ. അവനെ ഞാൻ വളർത്തിയൊരു പട്ടാളക്കാരനാക്കും. എന്നിട്ട് ഞാൻ അവനെ കൊണ്ട് അവളോട് പകരം വീട്ടിക്കും. എന്താ പറയുന്നത്? സാർ ഒരു എഴുത്ത് തന്നയച്ചിട്ടുണ്ട്. ഓ, ലീവ് ലെറ്റർ ആയിരിക്കും. അല്ല, ഞാൻ പോകുന്നു. പറൂന്ന് എന്താ കാലത്തെ? പ്രകാശിന്റെ ലീവ് ലെറ്റർ ഉണ്ടെന്നാ. സാറിനെന്താ സുഖമില്ലേ? അസുഖമൊന്നുമില്ല. പിന്നെ ഇന്നലെ രാത്രി അങ്ങനെ ഉറങ്ങിയിട്ടില്ല. അതെന്താ? ഇന്നലെ സുജാത കുഞ്ഞിന്റെ കല്യാണമായിരുന്നു. അതിനെ ഒരു പട്ടാളക്കാരൻ കെട്ടി. അതിന് ഇങ്ങനെ എന്തിനാ ഉറക്കൊളച്ചിരിക്കുന്നത്? പെട്ടെന്ന് അങ്ങനെ മറക്കാൻ ഒക്കുവോ സുമേ? ഒന്നുമല്ലെങ്കിലും 3-4 വർഷം ഒരുമിച്ച് ജീവിച്ചതല്ലേ. ചുണയുള്ളവനാണെങ്കിൽ സുജാതയ്ക്ക് നല്ലൊരു പെണ്ണിനെ കെട്ടി അവിടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞു നടക്കണം. അന്നേ ഈ വിവാഹം നടക്കേണ്ടതാ. നല്ല ബന്ധമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വാക്ക് കൊടുത്തതാ. പക്ഷേ നിങ്ങൾ അമ്മയും മോളും സമ്മതിച്ചില്ലല്ലോ. ഒന്നുമില്ലേലും ഒരു പ്രൊഫസറാന്ന് വെച്ചാ ഞാൻ അവള് പറഞ്ഞതിന് ഒത്തുമുള്ളിയത്. അത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ആര് കരുതി? പ്രൊഫസറും പേഷ്കാരും ഒന്നും അല്ലെങ്കിലും മാധവൻ നായരെ കുടുംബത്തിൽ ജനിച്ചവനാ. അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. അവള് സന്തോഷമായി കഴിയുന്നത് കണ്ടാ മതിയായിരുന്നു ഏട്ടാ. പഴയ കാര്യങ്ങൾ ഓർത്ത്. നീ ചുമ്മാതിരി എന്റെ സരസ്വതി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അവൾ അതൊക്കെ മറക്കൂലേ? മാധവൻ നായർ അവനെ പോലെ പരിഷ്കാരവും പറഞ്ഞ് കാത്തിരിക്കില്ല. നീ കണ്ടോ? എന്താടി ഇത്ര വലിയ ഉറക്കം? ഞാൻ വരുന്നത് നിനക്ക് കാത്തിരുന്നൂടെ? എന്താ പതിവില്ലാതെ? എന്റെ പതിവ് നിനക്കങ്ങനെ അറിയാം. കുടിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. എന്താ ഇഷ്ടമായില്ലേ? ഇത് നിർത്തിക്കൂടെ? എന്തിന്? എനിക്കിതുവരെ നിർത്താൻ തോന്നിയിട്ടില്ല, നിർത്തുകയുമില്ല. നിന്റെ മറ്റവൻ കുടിക്കുമായിരുന്നോടി? ആര്? നിന്റെ ആദ്യത്തെ നായര്, ആ കോളേജ് വാദ്യാര്. ഇല്ല. എന്നാൽ ഞാൻ കുടിക്കും. എന്തിനാണെന്നറിയാമോ? കുടിക്കാതെ നിന്റെ അടുത്ത് വരാൻ എനിക്ക് അറപ്പായതുകൊണ്ട്. സുബോധത്തോടുകൂടി എച്ചിൽ തിന്നാൻ എനിക്ക് കഴിയില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ? ആ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. എടീ, പട്ടാളക്കാരൻ മാധവൻ നായർ നിനക്കെന്ന് വലിയ പുച്ഛമായിരുന്നില്ലേ? എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞവളല്ലേ നീ? മദ്യത്തിന്റെ മണം നിനക്ക് സഹിക്കുന്നില്ല അല്ലേ? എന്നാ നിനക്കത് സഹിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ അവള് രക്ഷപ്പെട്ടെന്ന് പറ സാറേ. ഏതോ ഒരു എക്സ്മിലിറ്ററിക്കാരനെയാ കെട്ടിയത്. പഴയ അടുപ്പക്കാരനായിരിക്കും. ഏതായാലും അവള് ഡിഫൻസ് ഫോഴ്സിനെ കുറിച്ച് അറിവുള്ളവൾ. അത് ശരിയാ.
ഈ ഉണക്ക അധ്യാപകനെ എത്ര നാൾ സഹിക്കും സാറേ? അതും ശരിയാ. എന്നും കവാത്തി ചെയ്യുന്ന ഉറച്ച ശരീരമല്ലേ? അതെ അതെ. സാറേ, ബുദ്ധിയുള്ള അധ്യാപകനേക്കാൾ ശക്തിയുള്ള പട്ടാളക്കാരനാണ് പെണ്ണുങ്ങൾക്ക് താല്പര്യം. പ്രകാശൻ സാറിനെന്താ ഒരു പ്രകാശമില്ലായ്മ? അല്ല, മൂഡ് ഔട്ട് ആയതുപോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. മൂടിന് കുഴപ്പമൊന്നുമില്ല. സാറേ, കൈക്കൊതുങ്ങാത്ത ചാടിപ്പോവും, അതിൽ വിഷമിച്ചിട്ടെന്താ കാര്യം? ഗോകുലൻ സാർ എന്തിനാ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ലൈഫിൽ ഇടപെടുന്നത്? കഴിവുകേടുകൊണ്ട് ഭാര്യ ചാടിപ്പോകുന്നത് പ്രൈവറ്റ് കാര്യമാണോ? അങ്ങാടിപ്പാട്ടല്ലേ. പിള്ളേരെല്ലാം ഇതാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മിസ്റ്റർ ഗോകുലൻ, നിങ്ങൾ ഒരു അല്പം കൂടെ മര്യാദക്ക് സംസാരിക്കണം. എന്താ, എന്നെ മര്യാദ പഠിപ്പിക്കാൻ പോവുകയാണോ? ചിലപ്പോൾ പഠിപ്പിക്കേണ്ടി വരും. സ്വന്തം ഭാര്യയെ മര്യാദ പഠിപ്പിക്കാൻ ശക്തിയില്ലാത്ത താനാണോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ പോകുന്നത്? എനിക്ക് ശക്തിയുള്ളതെന്ന് തനിക്ക് കാണണോ? എന്താടി? എനിക്കൊന്ന് വീട്ടിൽ പോയാൽ കൊള്ളാം. നമുക്ക് പോകുന്ന വഴിക്ക് മേം സാബിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. എന്തിനാടി വീട്ടിൽ പോകുന്നത്? ഓ, ഇവിടത്തെ വിശേഷങ്ങൾ വിളമ്പാനായിരിക്കും. തൽക്കാലം അത് വേണ്ട. അമ്മയെ ഒന്ന് കാണാൻ. അവരെന്താ ചാകാൻ കിടക്കുന്നു? അമ്മയെ കാണാനിട്ട് നിനക്ക് ഉറക്കം വരുന്നില്ല അല്ലേ? നിന്റെ മറ്റവന്റെ കൂടെ ഇരുന്നപ്പോഴും എന്നും വീട്ടിൽ പോകുമായിരുന്നോടി. ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ നിന്ന് നീ പുറത്തിറങ്ങരുത്. നിന്റെ തള്ളയോ നച്ചിപ്പുള്ള അമ്മാവനോ ഈ വീടിനകത്ത് കയറാനും പാടില്ല. കയറിയാൽ അടിച്ച് ഞാൻ കാലൊടിക്കും. എല്ലാ ഈശ്വരാനുഗ്രഹവും നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാണ്. ഇപ്പോഴെങ്കിലും നീ അത് സമ്മതിച്ചല്ലോ സരസ്വതി. ഇത് എന്നേ തോന്നേണ്ടതായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായല്ലോ. മാധവനാരും അവളും ഇങ്ങോട്ടൊന്നും വന്നു പോലില്ലല്ലോ. അവൾക്ക് അവിടെ പരമ സുഖമല്ലേടി. ഒരു പക്ഷെ നമ്മളെ തന്നെ അവൾ മറന്നു കാണും. എന്നാലും ചേട്ടാ. ശരി, നീ വിഷമിക്കണ്ട. നാളെ തന്നെ ഞാനൊന്ന് പോയി കളയാം. അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങിയ അമ്മാവന് ബസ് കിട്ടും. ബസ് ഇനിയും വരുമടി. അതല്ലെങ്കിൽ അവൻ എന്നെ കാറിന് കൊണ്ടുവന്ന് വിടും. ഇവിടെ വരെ വന്നിട്ട് കാണാതെ പോയാൽ മാധവൻകുട്ടിക്ക് എന്ത് തോന്നും? ഒന്നും തോന്നുകയില്ല. അങ്ങേര് വരുമ്പോ താമസിക്കും. ഇനി വരുമ്പോ കാണാം. അതൊന്നും സാരമില്ല മോളെ. എന്തായാലും ഇവിടെ വരാതിരിക്കില്ലല്ലോ. അമ്മാവൻ താമസിച്ച അമ്മ വിഷമിക്കില്ലേ? ഏയ്, ഞാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞാ പോന്നത്. നീ ഏതായാലും ചോറ് വേണം. അത് വിശേഷിച്ച് കറിയൊന്നും ഇല്ലെന്നായിരിക്കും. നിന്റെ കൈകൊണ്ട് അരച്ച ഉപ്പും മുളകും ആണെങ്കിലും അമ്മ അവന് പഞ്ചാമൃതമാണ്. നീ വേഗം പോയി ചോറ് വിളമ്പ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചെല്ലു മോളെ. ഇത്രയും കറികൾ ഉണ്ടായിട്ടാണോ നീ നിന്ന് പരിങ്ങിയത്? അമ്മാവന് ഇതൊക്കെ മതി മോളെ. നീ ആ സാമ്പാറും കുഴിക്കും. മാധവൻകുട്ടിയല്ലേ വന്നത്? ഞാൻ ഒറ്റയ്ക്കിരുന്നതിന് ഇപ്പൊ അവൻ പിണങ്ങും. അല്ലെങ്കിൽ നീ കണ്ടോ. മാധവൻകുട്ടി, ഇവിടെ ഒരു വിരുന്നുകാരൻ ഇരിപ്പുണ്ട്. അങ്കിൾ സാർ എപ്പോഴെത്തി? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അല്ല, സാധനം കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വല്ലാതെ വിശന്നു പോയി. അത് സാരമില്ല, നീ ഇങ്ങോട്ട് ഒഴിക്ക്. ദാസപ്പ, ഞാനും മാധവൻകുട്ടിയും കൂടി ഇതുപോലെ കൂടിയിട്ട് എത്ര നാളായി? കല്യാണ നിശ്ചയത്തിന്റെ അന്നായിരുന്നു. അപ്പൊ നിനക്ക് നല്ല ഓർമ്മ ഉണ്ട്. വെള്ളം കുറച്ചൊഴിയടാ. ആര് പറഞ്ഞാ നിന്നോട് കുപ്പി തുറക്കാൻ? അമ്മാവന് കാരണം നാറികളെ സൽക്കരിക്കാനല്ല ഞാനിത് വാങ്ങിക്കൊണ്ടുവന്നത്. മാധവൻകുട്ടി, ആ മാധവൻകുട്ടി തന്നെയാ പറയുന്നത്. എടീ, വരുന്നവർക്കൊക്കെ വെച്ചുള്ള നിന്റെ സത്താണോ? നിന്റെ സ്വന്തക്കാർ ഒറ്റ എണ്ണത്തിന് ഈ വീടിനകത്ത് കയറ്റുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? മേലിത് ആവർത്തിച്ചാൽ ചവിട്ടി നിന്നെ ഞാൻ. എന്താടേ അമ്മാവൻ ഇങ്ങനെ അപമാനിച്ചു വിട്ടത് ശരിയായില്ല. പിന്നെ എങ്ങനെ വിടണം?
മുത്തുക്കുടിയും ചെണ്ടമേളമായിട്ടോ? എന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള മനുഷ്യനാണ്. എന്ന് വെച്ച് ഞാൻ അയാളെ തൊഴണോ? ഇത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ വീട്ടിലുള്ള ഒറ്റ എണ്ണത്തിന് ഈ പഠിക്കകത്ത് കയറ്റരുതെന്ന്? അതിനൊക്കെ തെറ്റ്. അവരെന്ത് ചെയ്തു? അതാ നാറിയോട് തന്നെ ചോദിക്കേ. പണ്ടയാൾ നിന്നെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് വാക്ക് തന്നാടി. എന്നിട്ടിപ്പൊ സെക്കൻഡ് ഹാൻഡ് ആയപ്പോ എന്റെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് വന്ന് അപേക്ഷിച്ചില്ലല്ലോ. ആ പട്ടി, നിന്റെ അമ്മാവൻ എന്റെ കാലിൽ വീണ് കെഞ്ചിയിട്ടാണ് ഞാൻ സമ്മതിച്ചത്. എന്തിനു സമ്മതിച്ചു? അന്നെന്നെ വെറുത്തതിന് നിന്നോട് പകരം വീട്ടാൻ. നിങ്ങളൊരു മൃഗമാണ്. സരസ്വതി, സരസ്വതി, കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുപോവാ. ചേട്ടൻ എന്താ പെട്ടെന്ന് ഇനി പോന്നത്? നല്ല ശിക്ഷയായിപ്പോയി. എന്നെ ഇന്ന് വിടത്തേയില്ലെന്ന് അവനൊരു പിടിവാശി. സുജാതയ്ക്ക് വിശേഷമല്ലതും ഉണ്ട് ഏട്ടാ. ഏയ്, അവൾക്കെന്ത് വിശേഷം? പരമസുഖമല്ലേ. മാധവൻകുട്ടിയോ? മാധവൻകുട്ടിയും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ചേട്ടൻ എന്താ വല്ലാതെ ക്ഷണിച്ചിരിക്കുന്നത്? ഊണ് കഴിച്ചില്ലേ? കഴിച്ചില്ലെന്നു. കഴിക്കാതെ അവൻ വിടൂ. പിന്നെ ബസ് സമരം ആയതുകൊണ്ട് ഞാൻ നടന്നിങ്ങ് പോന്നു. നീ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇങ്ങ് എടുക്ക്. എന്റെ ഭഗവാനെ,